ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന് ഇന്ന് കൈമാറും. ഒന്നാം പ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താരങ്ങളായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഈ അന്വേഷണ ചുമതല അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറുന്നതോടെ ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തുടർ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? ശ്രീജ, ഇതിനകത്ത് ഈ കേസ് ഇപ്പോൾ നോക്കുന്നത് ഇവിടുത്തെ ആലപ്പുഴയിൽ തന്നെ എക്സൈസ് കോഡ് CI മഹേഷ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അന്വേഷണ ചുമതല ഇന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറും. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറാണ് പിന്നീട് ഇന്ന് മുതൽ ഈ കേസിന്റെ കാര്യങ്ങൾ നോക്കുക. അദ്ദേഹമായിരിക്കും ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുക നടത്തുന്നത്. വളരെ കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ കേസിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ഈ കേസ് കൈമാറുന്നതിലൂടെ ചെയ്യുന്നത്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള, അതായത് തസ്ലിമ സുൽത്താനെ കസ്റ്റഡിയിലേക്ക് വാങ്ങേണ്ടതുണ്ട്. ഇന്ന് കസ്റ്റഡി അപേക്ഷ ഇവർക്ക് വേണ്ടി നൽകും. കാരണം കൂടുതൽ കാര്യങ്ങൾ എക്സൈസിന് അറിയാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള, വർഷങ്ങളായി മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ട്. സിനിമാ മേഖലയുമായി വലിയ ബന്ധമുണ്ട്. ഒപ്പം തന്നെ ഗുണ്ട നേതാക്കന്മാരും ഒക്കെയായുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് എക്സൈസ് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം, അതായത് ആദ്യമായ ഒരു കേസല്ല, നല്ലൊരു ക്രിമിനൽ പശ്ചാത്തലം മുൻകാലങ്ങളിൽ ഉള്ള ഒരാളാണ്. ഇവരെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ആദ്യഘട്ടത്തിൽ കിട്ടിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിടാൻ കഴിഞ്ഞില്ല. അവർ കൂടുതലായി സഹകരിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിനോട്. ഇന്നിപ്പോ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇവർ എക്സൈസ് പ്ലാൻ ചെയ്യുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ച് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും മറൈൻ ഡ്രൈവിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും സിനിമാ നടന്മാരുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ എക്സൈസ് ആരംഭിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ ചില വിവരങ്ങളൊക്കെ കൃത്യമായി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. പ്രധാനമായും ഈ പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ ചുമതല ഏൽക്കുന്നതോടുകൂടി, കേസ് ഏറ്റെടുക്കുന്നതോടുകൂടി പ്രധാനമായി ആദ്യം ചെയ്യാൻ പോകുന്ന നടപടി ഇവരെ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ കസ്റ്റഡിയിലേക്ക് ഇവരുടെ ഫോൺ നിന്ന് മറ്റു ഡിലീറ്റഡ് രേഖകളെല്ലാം കൂടി കണ്ടെത്തുന്നതിന് വേണ്ടി അത് വിദഗ്ധ മറ്റു പരിശോധനകൾക്കായി കൈമാറിയിട്ടുണ്ട്. അത്തരം സൈബർ വിദഗ്ധർക്കാണ് അത് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.